ഭാര്യ എന്ന് പറഞ്ഞാൽ വീട്ടിലെ റാണിയാണ്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസങ്ങൾ കുട്ടികളെ വളർത്തുന്നതിലൊക്കെ ഉണ്ട്. പലപ്പോഴും ആണുങ്ങളെ ഗൾഫിലാണെങ്കിലും അതേപോലെ ജോലിയൊക്കെ തിരക്ക് പിടിച്ച ആളുകളാണെങ്കിലും കൂടുതൽ ഉത്തരവാദിത്തം പെണ്ണുങ്ങൾക്ക് ഉണ്ടാകുക. അപ്പോൾ അതിലൊരിക്കലും ഒരു പെണ്ണ് വിഷമിക്കേണ്ടതില്ലാണ്. കാരണം ഏറ്റവും വലിയ ഓഫറാണ്. ഇബ്നു ഹിബ്ബാൻ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും. എന്താണ്? അന്ന നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇദാ സല്ലത്തിൽ മർഅതു ഖംസഹ, ഒരു പെണ്ണ് 5 നേരം നിസ്കരിച്ചു. വസാമത്ത് ശഹ്റഹ, റമദാനിൽ ഒരു മാസം മുഴുവൻ നോമ്പ് നോറ്റു. വഹഫിളത്ത് ഫർജഹ, അവളുടെ ഗുഹ്യസ്ഥാനം അവൾ സംരക്ഷിച്ചു. വ അതഅത് സൗജഹ, അവളുടെ ഭർത്താവിനെ അവർ അനുസരിച്ചു. സ്വർഗ്ഗമാണ് പഠിച്ച ഓഫർ. ആണുങ്ങൾക്ക് സ്വർഗം കിട്ടാൻ അത്ര ഈസി അല്ല. പക്ഷെ പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം കല്യാണം കഴിച്ചാൽ മതി അല്ലെ? ഒരു പെണ്ണിന് സ്വർഗം കിട്ടാൻ എന്ത് ചെയ്താൽ മതി? കല്യാണം കഴിച്ച് ഭർത്താവിനെ തൃപ്തിപ്പെടുത്തിയാൽ മതി. 5 നേരം എന്തായാലും നിസ്കരിക്കണം, റമദാൻ മാസം എന്തായാലും നോമ്പ് വെക്കണം. ഈ 3 കാര്യങ്ങൾ ചെയ്താൽ, ഗുഹ്യസ്ഥാനം സംരക്ഷിക്കുകയും ചെയ്താൽ നാളെ അള്ളാഹു സ്വർഗം തരുന്നതാണ്. അത്രയും എളുപ്പം സ്വർഗം കിട്ടുന്നത് എന്തുകൊണ്ടാണ്? നല്ല മെനക്കെടാണിത്. ഭർത്താവിനെ സന്തോഷിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. ചിലപ്പോൾ ചൂടാകാനൊക്കെ തോന്നും, ചിലപ്പോൾ സഹകരിക്കാതിരിക്കാൻ തോന്നും, ചിലപ്പം തെറ്റാൻ തോന്നും അല്ലേ? പക്ഷെ അതൊക്കെ ചെയ്യാതിരിക്കണമെങ്കിൽ നല്ല അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് പ്രതിഫലം കിട്ടുമെന്നുള്ള നല്ല ബോധം വേണം. നോക്കി, ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹു ആരാണ്? അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, അബൂ തൽഹ റളിയല്ലാഹു അൻഹു ഉമ്മു സുലൈമിന് ഒരു കുട്ടി ഉണ്ടായിരുന്നു. ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹുവിൽ ഭർത്താവായ അബൂ തൽഹക്ക് ഒരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടി മരിച്ചു. മൂപ്പര് യാത്ര പോയി തിരിച്ചു വന്നപ്പോൾ കുട്ടി മരിച്ചിടക്കണം. അപ്പോൾ അദ്ദേഹത്തെ അറിയിച്ചില്ല എന്നാണ്. അറിയിക്കാതെ ഈ കുട്ടിയെ മാറ്റി റൂമിൽ കിടത്തിയിട്ട് ഭർത്താവ് വന്ന് യാത്രാക്ഷീണമൊക്കെ മാറ്റി നല്ല ഭക്ഷണമൊക്കെ കൊടുത്ത് നന്നായി സന്തോഷിപ്പിച്ച് അവരെന്ത് ചെയ്തു? അവർ പരസ്പരം ശാരീരിക ബന്ധത്തിലേക്ക് ഏർപ്പെട്ടതിന് ശേഷം ഭാര്യ ഉമ്മു സുലൈം അബൂ തൽഹനോട് ചോദിക്കുകയാണ്, ഒരാളെടുത്ത് നമ്മൾ എന്തെങ്കിലും സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിട്ട് അത് തിരിച്ചു ചോദിക്കുമ്പം അത് കൊടുക്കണ്ടേന്ന് ചോദിച്ചു. പിന്നെന്താ അല്ലേ, നമ്മുടെ അടുത്ത് എന്തെങ്കിലും ഒരാൾ സാധനം ഏൽപ്പിച്ചിട്ട് അത് തിരിച്ചു ചോദിച്ചാൽ കൊടുക്കണ്ടേന്ന് ചോദിച്ചു. എന്നാൽ നമ്മളെ മകനെ, അള്ളാഹു നമുക്ക് തന്ന മകനെ അള്ളാഹു തിരിച്ചു കൊണ്ടുപോയിക്കണെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര സങ്കടമായി, വിഷമമായി. കാരണം ജനാബത്തിൻ്റെ ഒരു അവസ്ഥയിലാണല്ലോ ഈ ഒരു വർത്താനം കേൾക്കേണ്ടി വന്നത്. അദ്ദേഹം നബിനോട് പോയിട്ട് പരാതി പറഞ്ഞു എന്നാണ്. ഇങ്ങനെ കാണിച്ചിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചതായിട്ട് ഹദീസിൽ കാണാമെന്നാണ്. നിങ്ങൾക്ക് 2 പേർക്കും ഈ രാത്രിയിൽ അള്ളാഹു ബറക്കത്ത് നൽകട്ടെ എന്നാണ്. എന്നിട്ട് എന്താണ്? ആ രാത്രിയിൽ അവരുടെ ശാരീരിക ബന്ധത്തിലുണ്ടായ കുട്ടി അബ്ദുള്ള എന്നൊരു കുട്ടി ജനിച്ചു. ആ കുട്ടിക്ക് 9 കാര്യങ്ങളായ മക്കളെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്തത്. നിങ്ങൾ ആലോചിച്ച് നോക്കി. അപ്പം എന്താണ്? അങ്ങനത്തെ എല്ലാം അള്ളാഹുവിൻ്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് ഏത് പ്രതിസന്ധിയിലും ക്ഷമിക്കാനും ഭർത്താവിനെ തൃപ്തിപ്പെടുത്താനും കഴിയുന്ന ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം നോക്കി, അള്ളാഹിൻ്റെ റസൂൽ, ഈ ലോകത്ത് അള്ളാഹുവിൻ്റെ റസൂൽ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് ആരാണ്? അള്ളാഹു കഴിഞ്ഞാൽ ഫാത്തിമ ബി. നമുക്ക് കാണാൻ പറ്റും മനുഷ്യന്മാരിൽ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് ഫാത്തിമ റളിയല്ലാഹുവിനെയാണ്. അത്രയും വലിയ ബന്ധമാണ് ആ ഉമ്മയും ആ വാപ്പയും മകളും തമ്മിലുണ്ടായിരുന്നത്. ആ ഫാത്തിമ റളിയല്ലാഹു അൻഹ എന്താണ്? കയ്യമ്മ മുഴുവൻ തയമ്പ് വന്നിട്ട് കുമിള കെട്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അടുത്തേക്ക് വരികയാണ്. ഒരു വേലക്കാരി ഈ മാവ് കുഴച്ച് മാവുമ്മ പണിയെടുത്തിട്ട് കൈ മുഴുവൻ പുളവും കെട്ടിയിരിക്കുകയാണ് അല്ലേ? പുളവും കെട്ടിയിട്ട് നബിൻ്റെ അടുത്ത് വന്നൊക്കെയാണ്. നബി അവിടെ വീട്ടിലില്ല. ആയിഷാ ബീവിയോട് പറയണം വന്ന കാര്യം എന്താണ്? എങ്ങനെങ്കിലും ഒരു സർവൻറ്റിനെ, ഒരു വേലക്കാരനെ കിട്ടണമെന്ന് നബിനോട് വാപ്പാനോട് പറയണമെന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോയി എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മടങ്ങി വന്നപ്പം ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഫാത്തിമ വന്നീന്നു, ഓളെ കയ്യൊക്കെ ആകെ മുറിയിക്കണ്, ഓക്ക് ഒരാളെ പണിക്കുവാണെന്നാണ് പറയണമെന്ന് പറഞ്ഞപ്പം ഞാൻ നേരിട്ടാണ് പോയിക്കൊണ്ടെന്നാണ്. നബി നേരെ പോവുകയാണ്. നേരെ ഫാത്തിമ ബീവിൻ്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അവിടെ ഓലിങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുന്ന സന്ദർഭത്തിൽ നബി അതിൻ്റെ ഇടയിലിരുന്ന്, ഹദീസിൽ കാണാൻ പറ്റും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമൻ്റെ അലിൻ്റെ ഇടയിലിരുന്നു എന്നാണ്. അത് ആ കാല്, നബിൻ്റെ കാല് തട്ടിയിട്ട് അലി റളിയല്ലാഹുവിൻ്റെ നെഞ്ഞ് തണുപ്പോടി എന്ന് ഹദീസിൽ അലി റളിയല്ലാഹു പറഞ്ഞതായിട്ട് കാണാൻ പറ്റും. എന്നിട്ട് ഞങ്ങൾക്ക് വേലക്കാരിനേക്കാൾ നല്ലൊരു കാര്യം ഞങ്ങൾക്ക് പറഞ്ഞു തരട്ടെന്നാണ്. എന്താണ് ആ കാര്യങ്ങൾ? എന്താണ്? നിങ്ങൾ കടക്കാൻ നേരത്ത് 33 വട്ടം സുബ്ഹാനല്ലാഹ്, 33 വട്ടം അൽഹംദുലില്ലാഹ്, 34 വട്ടം അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ അതാണ് മക്കളെ നിങ്ങൾക്ക് അതിനേക്കാൾ ഖൈർ എന്ന് അള്ളാഹിൻ്റെ റസൂൽ പഠിപ്പിക്കുകയാണ്. അള്ളാഹിൻ്റെ റസൂൽ സഹോദരങ്ങളെ, അങ്ങനെ ഒരു പ്രതിസന്ധിയിലും ഒരു പ്രയാസത്തിലും ശാരീരികവും മാനസികവുമായ ഒരു പ്രയാസം, ഒരു പ്രതിസന്ധിയും ജീവിതത്തിൽ വരുമ്പം അള്ളാഹുവിൻ്റെ റസൂൽ ഫാത്തിമ ബീവിയെ പഠിപ്പിച്ചതുപോലെ ആ ദിക്ർ, അള്ളാഹിനെ ഓർക്കാൻ,
അള്ളാഹുവിന്റെ ദിക്ർ ഉച്ചരിക്കാൻ, അള്ളാഹുവിനെ ഓർത്ത്, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, ഹൃദയങ്ങൾക്ക് സമാധാനം ഉണ്ടാകുന്നത്. ഭൗതികപരമായ ശാരീരികമായ പ്രശ്നങ്ങളിൽ, മാനസികമായ വിഷമങ്ങളിൽ ഒരു സമാധാനം കൊണ്ടുവരാൻ അള്ളാഹുവിനെ പറ്റിയുള്ള ദിക്റാണ്, ഓർമ്മയാണ് ഏറ്റവും പവർഫുൾ ആയതാണ്. അതാണ് അള്ളാഹുവിന്റെ റസൂല് സ്വന്തം മക്കളെ പഠിപ്പിച്ചതാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് ആ അള്ളാഹുവിനെ ഓർക്കാൻ, ഏത് പ്രതിസന്ധിയിലും അള്ളാഹുവിനെ ഓർക്കാൻ നമുക്ക് അള്ളാഹുവിന്റെ റസൂല് നൽകിയ വലിയ പാഠങ്ങളുണ്ട്. അതേപോലെ തന്നെ സഹോദരങ്ങളെ, നമസ്കാരം കൽപ്പിക്കുക എന്നുള്ളത്, മക്കളെ നമസ്കാരം പഠിപ്പിക്കുക എന്നുള്ളത്, അത് മദ്രസിന് മാത്രമല്ല, മദ്രസിലെ ഉസ്താദിന്റെ ഉത്തരവാദിത്തമല്ല. നല്ല ഖുശൂഓടുകൂടി, അദബോടുകൂടി എന്തിനാണ് നമസ്കരിക്കുന്നത് എന്ന് മക്കളെ പ്രായോഗികമായി നമസ്കാരം പഠിപ്പിക്കുക എന്നുള്ളത് മാതാപിതാക്കളുടെ കൂടി ഉത്തരവാദിത്തമാണ്. വഅ്മുർ അഹ്ലക ബിസ്വലാത്തി വസ്തബിർ അലൈഹ എന്നാണ്. നിങ്ങൾ നമസ്കാരത്തിന് കൽപ്പിക്കുകയും അതിൽ ക്ഷമാപൂർവം ഉറച്ചു നിൽക്കുകയും ചെയ്യാൻ പറയും. ഖുർആന്റെ ആയത്താണ്. നല്ല ക്ഷമമാണ്. നിസ്കരിച്ചാൻ പറഞ്ഞാൽ ചിലപ്പോൾ കുട്ടികൾ ഇങ്ങനെ തട്ടിത്തിരിഞ്ഞ് നിൽക്കും. അസർ നിസ്കരിച്ച് വെച്ചാൽ ഞാൻ നിസ്കരിച്ചാറ്, പിന്നെ ഉണ്ടാവും ഇങ്ങനെ അതിലെ പോയിട്ട് ഇതിൽ വന്ന് നടക്കുന്നുണ്ടാവും അല്ലേ, ഇതിലാണ് പോയിട്ട് അതിൽ വന്നിട്ട് അഭിജി പോയില്ലേ ഞാൻ ഇപ്പോൾ പോകാം. അങ്ങനെ നമുക്ക് ചിലപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ പെട്ടെന്ന് ദേഷ്യം വരും. അങ്ങനെ ആ വിഷയത്തിൽ നമ്മളെ നല്ല പരീക്ഷിക്കപ്പെടും. പക്ഷേ ക്ഷമാപൂർവ്വം നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ ഉറച്ചു നിർത്തണം. നമ്മൾ വീട്ടിലെ കിങ്ങാണോ സഹോദരങ്ങളെ? രാവിലെ നമ്മൾ ആൺകുട്ടികൾ പള്ളിക്ക് നമ്മളെ കൂടെ ജമാഅത്തിന് വരണം. നമ്മൾ നീക്കുമ്പം നമ്മളെ മക്കളവിടെ എണീറ്റ് പെൺകുട്ടികൾ വരി നിസ്കരിക്കണം. നമ്മളെ ആൺകുട്ടികൾ നമ്മളെ പിന്നാലെ നമ്മളെ കൂടെ നമസ്കാരത്തിന് വരണം. അത് പേടിപ്പിച്ചിട്ടും അടിച്ചിട്ടും അല്ല സഹോദരങ്ങളെ, അതൊരു ശീലമാക്കി മാറ്റി, അതൊരു സ്നേഹത്തിലുള്ള വാപ്പാനോടുള്ള സ്നേഹമായി. എൻ്റെ വാപ്പ അങ്ങനെയാണ്, ഞാൻ എൻ്റെ വാപ്പി പള്ളിയിൽ പോകുന്നുള്ളത്, അതൊരു വികാരമാണ്. അതാണ് ദീൻ എന്ന് പറഞ്ഞാൽ. ആ ഒരു രൂപത്തിൽ നമസ്കാരത്തെ കൽപ്പിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ. ആരാണ് വിജയിച്ചവർ? അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. നമസ്കാരത്തിൽ ഭയഭക്തിയുള്ളവരാണ്. എൻ്റെ വാപ്പ നിസ്കരിക്കുന്നത് കണ്ടാൽ തന്നെ ആ നമസ്കാരത്തിനൊരു അദബുണ്ട് എന്ന് മക്കൾക്ക് ബോധ്യപ്പെടണം. നമസ്കാരം സംതിങ് സീരിയസ് ആണ് എന്ന് മക്കൾക്ക് ബോധ്യപ്പെടണം. അതിങ്ങനെ വേഗം ഒരു പായി നിർത്തി കള്ളിത്തുണിയും ഒരു ബനിയനും ഇട്ടിട്ട് നിസ്കരിച്ചാന്ന് പറഞ്ഞാൽ അങ്ങനെ അല്ല നിസ്കരിക്കേണ്ടത്. എന്താണ്? ഏറ്റവും നല്ല വസ്ത്രത്തിനാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദിൻ എന്ന ഖുർആനിലെ സൂറത്ത് ആയത്തിറങ്ങിയതിന് ശേഷം ഇബ്നു ഉമർ ഏറ്റവും നല്ല വസ്ത്രം ഇട്ടുകൊണ്ടല്ലാതെ പള്ളിയിൽ വരാറില്ല എന്നാണ്. ചില ആൾക്കാർ പള്ളിക്ക് വരുന്നുണ്ട്, ബംഗാളികൾ വരുന്നവരാ, കള്ളിത്തുണിയും ആ കടക്കാനുള്ള ആ ഉറക്കത്തിലിട്ട് ബനിയനും ഇട്ടുകൊണ്ട് വരുന്നതാണ്. അള്ളാന്റെ മുമ്പിക്കല്ലേ സഹോദരങ്ങൾ? ആരെ മുമ്പിലാണ് നമ്മൾ നിൽക്കണേ? ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുനാജാത്താണ്, സംസാരമാണ്. ഒരാള് നമ്മളെ കാണാൻ വരുന്നുണ്ട് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് നല്ലൊരു കുപ്പായം വേണ്ടിട്ടാണ് നമ്മൾ വരൂലേ? അത്രയും റെസ്പെക്ട് നമ്മൾ പടച്ചോന് കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ. അപ്പൊ അതുകൊണ്ട് ഇത് ആയത്താണ്. ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദിൻ. എല്ലാ ആരാധന വേളകളിലും നിങ്ങൾ അലങ്കാരമണിയണം, അണിഞ്ഞൊരുങ്ങണം എന്നാണ് ആയത്തിന്റെ അർത്ഥം. ആ ആയത്ത് ഇറങ്ങിയതിന് ശേഷം ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഏറ്റവും നല്ല വസ്ത്രത്തിലാണ് പള്ളിക്ക് നിസ്കരിക്കാൻ വരിക. അതുകൊണ്ട് ആ വരവ് കണ്ടാൽ തന്നെ നമ്മളെ നിസ്കാരം കണ്ടാൽ തന്നെ നമുക്ക് നിസ്കാരത്തിന്റെ ഒരു വാല്യൂ പോണ രൂപത്തിൽ നമ്മൾ മക്കളെ മുമ്പ് നിസ്കരിച്ചത്. അവിടെ കണ്ടിട്ട് എന്താണ്, ഒരു കള്ളിത്തുണി ഒരു ബനിയനൊക്കെ ഇട്ടാണ്ട് ഇങ്ങനെ ചൊറിഞ്ഞും മാന്തി ഇങ്ങനെയൊക്കെ നോക്കി നിസ്കരിച്ചിട്ട് പോയാൽ അങ്ങനല്ല നിസ്കാരം. അള്ളാന്റെ മുമ്പിലാണ് നിൽക്കുന്നത് എന്ന ബോധത്തോടു കൂടി എന്താണ്, ഇതിന്റെ അവസാനത്തെ നിസ്കാരമാണെന്നാണ്. ഇതിന്റെ അവസാനത്തെ ആ നിസ്കാരത്തിന് തയ്യാറാകുക. ആ നിസ്കാരത്തിൽ ചെല്ലുന്നത് എന്താണ് പറയണത്? ഒരു അല്ലാഹു അക്ബർ. എത്ര തവണയാണ് നമസ്കാരത്തിൽ അല്ലാഹു അക്ബർ പറയണത്? ബാങ്കിൽ പറയണത്, ബാങ്കിന്റെ ജവാബിൽ പറയണത്, അല്ലേ, ഇഖാമത്തിൽ പറയണത്, നിസ്കാരം കഴിഞ്ഞിട്ട് സുബ്ഹാനല്ലാഹ് അല്ലാഹു അക്ബർ എത്രട്ടാ പറയണത്? എത്ര പ്രാവശ്യമാണ് ഒരു ദിവസം ഒരു വിശ്വാസി ജീവിതത്തിൽ പറഞ്ഞ അല്ലാഹു അക്ബറുകൾ നാളെ എണ്ണിയൊക്കെ അത്രയും തവണ അല്ലാഹു അക്ബർ പറയുന്നുണ്ട്. ഒരു അല്ലാഹു അക്ബറെങ്കിലും ഒന്ന് ഇഖ്ലാസോടുകൂടി ആത്മാർത്ഥമായിട്ട് അതൊരു നിലപാടാണ്. എന്ത് പടച്ചോന്റെ വലിപ്പം മാത്രമല്ല അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിലെ നിലപാടാണ്. അള്ളാഹ്ക്കും റസൂലിനും എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്ത് സ്ഥാനം കൊടുത്തു എന്നാണ്. അള്ളാഹു വലിയവൻ തന്നെയാണ്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അള്ളാഹും റസൂലും ആണെന്നുള്ള പ്രഖ്യാപനമാണ് അല്ലാഹു അക്ബർ. അതൊരു പെട്ടെങ്കിലും ആത്മാർത്ഥമായിട്ട് പറഞ്ഞാൽ നമ്മളെ ജീവിതം മാറിയില്ലേ? ആ പറയണിയിലൊന്ന് ശ്രദ്ധിച്ചുകൊണ്ട്, അല്ലേ, നിസ്കാരത്തിൽ സുബ്ഹാൻ റബ്ബിയൽ അളീം, സുബ്ഹാൻ റബ്ബിയൽ അഅല എന്നൊക്കെ പറയുമ്പം അതൊക്കെ ഒന്ന് ശ്രദ്ധ കൊടുത്തുകൊണ്ട്, ചെല്ലുന്നതൊക്കെ ഒന്ന് ആലോചിച്ചുകൊണ്ട്, ഇത് അവസാനത്തെ നിസ്കാരമാണ്. ഈ ഇഷ നിസ്കാരം കഴിഞ്ഞ നാളെ സുബൈൻ്റെ മുമ്പ് എൻ്റെ മയ്യത്ത് പെരിയുന്ന ഇറക്കുമെന്ന് വിചാരിക്കുമ്പം ആ ഇഷ വല്ലാത്തൊരു ഇഷയായിരിക്കും. എൻ്റെ അവസാനത്തെ നിസ്കാരങ്ങൾ വിചാരിച്ചിട്ട് നിസ്കരിച്ചു നോക്കി, ആ സുജൂദിന് പൊന്താൻ തോന്നൂല, ആ അത്തയ്യാത്ത് തീരൂല, പ്രാർത്ഥനകൾ അവസാനിക്കൂല. കാരണം ഇനിയൊരു ചാൻസ് ഇല്ല. അങ്ങനെ നിസ്കരിക്കാൻ നബി പറഞ്ഞതാണ്. ഖുശൂ ഉണ്ടാകാനുള്ള മാർഗ്ഗം നബി പറഞ്ഞതാണ്. എന്താണ്?
എന്താണ്? സൊല്ലി സലാത്തി മുഅദ്ദി എന്നാണ്. വിട പറയുന്നവൻ്റെ നമസ്കാരത്തെ പോലെ നിങ്ങൾ നമസ്കരിക്കണം എന്നാണ്. പിന്നെ ചെല്ലുന്നതൊക്കെ ആലോചിക്കുക, ദിക്റുകൾ ആലോചിക്കുക, ഖുർആൻ അർത്ഥറിയണ ആയത്തുകൾ ഓതുക. കുറച്ച് അർത്ഥമൊക്കെ നമ്മൾ പഠിക്കണം, കുറച്ച് ആയത്തൊക്കെ നമ്മൾ വെറും ഒരു കുല്ലല്ലാഹു നിൽക്കരുത്. എത്ര കാലം കുല്ലല്ലാഹു ഓതി? വേറെയും ഖുർആനിലെ സൂറത്തില്ലേ സഹാബത്ത് കുല്ലല്ലാഹു ഓതി സ്വർഗത്ത് പോയിട്ടുണ്ട്. അത് അവർക്ക് അള്ളാഹിനോടുള്ള സ്നേഹം കൊണ്ടാണ്, ആ സൂറത്തിനോടുള്ള സ്നേഹം കൊണ്ടാണ്. നമ്മൾ കുല്ലല്ലാഹു ഓതുന്ന അതിനല്ല, നമ്മൾ ടപ്പെട്ടപ്പെട്ട അടിച്ചു വിടാനാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറണമെങ്കിൽ നല്ലൊരു സൂറത്തൊക്കെ പഠിച്ച് അതൊക്കെ ഇടക്ക് നിസ്കാരത്തിൽ ഓതിയിട്ട് നിസ്കാരത്തിൻ്റെ ഒരു വൈബന്നെ മാറ്റണം, ഒരു വൈബന്നെ മാറ്റണം. നിസ്കാരം വളരെ പതുക്കെ ജെന്റിലായിട്ട് സ്ലോ ആയിട്ട് അല്ലേ, അതിൻ്റെ ചലനങ്ങളൊക്കെ സ്ലോ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കോഴി കൊത്തുന്ന പോലെ കൊത്തരുതെന്നാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇങ്ങനെ സുജൂദ് അങ്ങനെ ചില ആൾക്കാർ സുജൂദുണ്ട് അങ്ങനെയാണ്. അപ്പോൾ ഒരു തൊമഅനീനത്തോടുകൂടി സമാധാനത്തോടുകൂടി ചെല്ലുന്നതൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മൾ നിസ്കാരിക്കണം. അതേപോലെ നിസ്കാരത്തിന് നമ്മൾ ഡിസ്ട്രാക്ഷൻസ് പരമാവധി കുറക്കണം. സുജൂദുക്ക് നോക്കണം അല്ലേ, ഫോൺ ഓഫാക്കിയിടണം. ചില ആൾക്കാരൊക്കെ എന്താ പറയുക, നിസ്കാരത്തിന് വന്നിട്ട് സൊഫിൽ ഇങ്ങനെ ഇരുന്നിട്ട് നാളെ മുന്നത്തെ സൊഫിൽ നമസ്കാരം പ്രതീക്ഷിച്ചിരിക്കണം. ഈ സത്യത്തിൽ ഈ ബാങ്ക് വിളിക്കുമ്പം തന്നെ നമ്മൾ ചെയ്യണ കാര്യങ്ങളൊക്കെ അവസാനിപ്പിച്ചുകൊണ്ട് നമ്മൾ പള്ളിയിലേക്ക് പോയിട്ട് അവിടെ ഒളു എടുത്ത് നല്ല ഒളു എടുത്തു, ഒളുവിൻ്റെ ശേഷമുള്ള പ്രാർത്ഥനയൊക്കെ ചൊല്ലി 2 റക്അത്ത് മുന്നത്തെ സൊഫിൽ വന്നിരുന്ന് നിസ്കരിച്ചിട്ട് നമ്മളവിടെ പ്രാർത്ഥിച്ചോ ഖുർആൻ ഓതി ഇരിക്കുമ്പം അത് വേറൊരു വൈബാണ്. നമ്മൾ നിസ്കാരത്തിലേക്ക് മാനസികമായി പ്രവേശിച്ചു കഴിഞ്ഞു. എന്നിട്ട് അവിടെ ഇരുന്നിട്ട് ഒരാളെന്തരോ ഇങ്ങനെ ഇൻസ്റ്റഗ്രാം തുറന്നിട്ട് ഇങ്ങനെ സ്ക്രീനുമ്പോൾ തൊട്ടിരിച്ചാണ്. വെറുതെ ഇങ്ങനെ മനസ്സിലല്ല, ഇങ്ങനെ സ്ക്രീനും അങ്ങനെ ആക്കുന്നുണ്ട്, തൊടുക തട്ട. അപ്പം സംഭവം ഞാൻ എന്തോ വെച്ച് ലൈക്ക് അടിക്കണ്. ഈ ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ തൊട്ടാൽ ലൈക്കാവും. അപ്പോൾ വല്ല ലൈക്ക് അടിക്കുക. അപ്പം എന്താ ചോദിച്ചു മോൻ പറയാണ്, നമ്മൾ ലൈക്ക് അടിച്ചാലേ നമ്മളിതിന് ലൈക്ക് കിട്ടുള്ളൂ. എന്നിട്ട് ഈ ഇമാമ് ഇക്കാമത്തൊടുക്ക് മോനാണ് മടക്കി പോക്കറ്റ് കിട്ടണം. അല്ലാഹു അക്ബർ. പിന്നെ എങ്ങനെ നിസ്കാരം ശരിയായി പറഞ്ഞതരോ, നിസ്കാരത്തിലേക്ക് നമ്മൾ അതിൻ്റെ മുമ്പ് തന്നെ വളരെ സ്ലോ ആയിട്ട്, അതിനാണ് ബാങ്ക്. നമ്മൾ എടുക്കുന്ന പണിയൊക്കെ അവസാനിപ്പിക്കാനാണ് ബാങ്ക്. എന്നിട്ട് നമ്മൾ ഒന്നൊക്കെ എടുത്ത് വന്ന് നമ്മൾ അങ്ങ് നിൽക്കുമ്പോൾ അപ്പോൾ അതിന് വേറൊരു വൈബാണ്. അതിന് റബ്ബിൻ്റെ മുമ്പിലാണ് നല്ല വസ്ത്രമൊക്കെ ഇട്ട് നല്ലൊരു വസ്ത്രമൊക്കെ ധരിച്ച് പടച്ചോനെ ഓർത്തുകൊണ്ട് മുമ്പിൽ നിന്ന് ഓരോ അല്ലാഹു അക്ബർ പറയുമ്പോൾ ആ അല്ലാഹു അക്ബർ എന്ന് ആലോചിച്ചുകൊണ്ട് നമ്മൾ നിസ്കാരത്തിൽ പിന്നെ എന്താണ് ഹാഷിയങ്ങൾക്കാണ് തെക്കുകൊണ്ട്. ആരാണ് ഹാഷിയങ്ങൾ? വിശുദ്ധ ഖുർആൻ വളരെയൊന്നും നമ്മൾ വിചാരിച്ചാൽ കിട്ടുന്ന സാധനമല്ല. നമ്മൾ നെഞ്ഞത്ത് കൈയിട്ടിയാണ്ട് കുറേ കണ്ണിമ്പി പിടിച്ചാലോ നെഞ്ഞ് കൂട്ടി പിടിച്ച് കൊല്ലിക്ക കൊണ്ടുപോയി വെച്ചാലൊന്നും ഖുശൂ കിട്ടൂല. ചില ആൾക്കാർ വിചാരം ഇവിടെ കണ്ട് പിടിച്ച് അമർത്തി ഒന്ന് കണ്ണ് ചിമ്മിയാ ഖുശൂ കിട്ടുന്നതാണ്. അങ്ങനെ ഖുശൂ കിട്ടൂല. ഖുശൂ ആർക്കാണ്? വസ്തഈനൂ ബിസ്സബ്രി വസ്സലാത്ത്. വിശുദ്ധ ഖുർആൻ സൂറത്ത് ബഖറയിലെ 45-ാമത്തെ ആയത്താണ്. വസ്തഈനൂ ബിസ്സബ്രി വസ്സലാത്ത്. നിങ്ങൾ ക്ഷമ കൊണ്ടും നമസ്കാരം കൊണ്ടും അല്ലാഹുവിനോട് സഹായം തേടണം. വ ഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ. ഹാഷിയങ്ങളല്ലാത്തവർക്ക് അത് വലിയ ഇടങ്ങേറാണെന്നാണ്, വലിയ പ്രയാസമാണെന്നാണ്. അപ്പം ആരാണ് ഹാഷിയങ്ങൾ? ഹാഷിയങ്ങൾക്കാണ് നിസ്കാരം വൈബായി മാറുക. അത് ആരാണെന്ന് പറയാണ്, അല്ലദീന യളുന്നൂന അന്നഹും മുലാഖൂ റബ്ബിഹിം വ അന്നഹും ഇലൈഹി റാജിഊൻ. നാളെ അല്ലാഹുവിനെ കണ്ടുമുട്ടും, ഞങ്ങൾ അല്ലാഹുവിലേക്ക് മടക്കപ്പെടുന്നവരാണ് എന്ന് വിചാരിക്കുന്നവരാണ് ഹാഷിയങ്ങൾ. നാളെ പടച്ചോൻ്റെ മുമ്പിലേക്ക് മടക്കപ്പെടും. മടക്കിയിട്ട് ആദ്യം ചോദ്യം ചെയ്യപ്പെടുക നിസ്കാരത്തെക്കുറിച്ചാണ്. നാളെ പരലോകത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? നിസ്കാരത്തെ പറ്റിയാണ്. ആ ബോധമുള്ളവനാണ്. അള്ളാഹുവിലേക്ക് മടക്കപ്പെടേണ്ടവരാണ് നമ്മൾ. ഒരു പ്രയാസം ഉണ്ടാകുമ്പോൾ നമ്മളെന്താ ചെയ്യുക? ഇപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിൽ കറണ്ട് പോയാൽ നമ്മൾ ഇന്നാലില്ലായി വൈന്നാലി റാജിയും ചൊല്ലും. അപ്പോൾ സിസ്റ്റർ ചോദിക്കണം ഇവിടെ ആരാ മരിച്ചതെന്ന്. പേഷ്യൻ്റ് മരിച്ചിട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ മരിച്ചുമ്പോൾ ചെല്ലണതല്ല, ഒരു പ്രയാസം ഉണ്ടാകുമ്പം ഒരു മുസീബത്ത് ഒരു വിശ്വാസിയെ ബാധിച്ചാൽ ഏറ്റവും വലിയ മുസീബത്ത് എന്താ? മരിച്ചു പോലാണ്. അതിന് നമ്മൾ തയ്യാറാണെന്ന്. കാരണം എന്താണ്? നമ്മൾ അല്ലാഹുവിലേക്ക് മടക്കപ്പെടേണ്ടവരാണെന്നുള്ള ബോധമുണ്ട്. അത് പ്രഖ്യാപിക്കാണ് അല്ലേ, അത് യാഥാർത്ഥ്യവൽക്ക. അതാണ് സഹാബത്തിന്റെ പവർ അല്ലേ. സഹാബത്തിന് അങ്ങനെ മാറാൻ കഴിഞ്ഞ എന്തുകൊണ്ടാണ്? സഹാബത്തിന് സ്വർഗം മുന്നിൽ കണ്ടുകൊണ്ട് നരകം മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കാൻ സാധിച്ചത് എന്തുകൊണ്ടാണ്? അവർ പരലോകത്ത് വബിൽ ആഖിറതിഹും യൂഖിനൂൻ. അവർ പരലോകത്ത് ദൃഢമായി വിശ്വസിച്ചു അല്ലേ. ഈ പരിപാടി കഴിഞ്ഞു പോകുമ്പോൾ നിങ്ങൾ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. ചില ആൾക്കാർ വണ്ടി തിരിച്ചിട്ടിക്കണ്, വേടുത്ത് പോകാം, വേടുത്ത് മിന്നാൻ വേണ്ടിയിട്ട് വണ്ടി ആളില്ലാത്ത സ്ഥലത്ത് തിരിച്ചിട്ടവരുണ്ട് ഇവിടെ. കാരണം കൃത്യമായ പ്ലാൻ ഉണ്ട്. പരിപാടി കഴിഞ്ഞാൽ വേണ്ട ഇറങ്ങിക്കൊണ്ടിന്ന് ചിലപ്പോൾ ഭർത്താവ് മെസ്സേജ് കൊടുത്തിട്ടുണ്ടാവും. അതൊക്കെ എന്തിനാ? അത്രയും പ്ലാൻ ഉണ്ട്. ഈ പരിപാടി ഇവിടുന്ന് കഴിഞ്ഞാൽ പോകണം. ഭക്ഷണം ഉണ്ടാക്കിയവരുണ്ടാവും, ചപ്പാത്തി ഉണ്ടാക്കി വെച്ചവരുണ്ടാവും, ചോറ് ചൂടാക്കാനുള്ളവരുണ്ടാവും അല്ലേ, ചെന്നിട്ട് ഓട്സ് ഉണ്ടാക്കാനുള്ളവരുണ്ടാവും. ഇതൊക്കെ കൃത്യമായ പ്ലാൻ ഉണ്ട്. അതിനേക്കാൾ പോസിറ്റീവായിട്ട് നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയമാണ് എന്ത്? മരണത്തിന് ശേഷം ഒരു ജീവിതം ഉണ്ട് എന്നുള്ളത്. അതിന് നമ്മൾ തയ്യാറെടുത്തണോ? അത് യാഥാർത്ഥ്യവൽക്കരിക്കാനുള്ളൊരു ബോധം നമുക്ക് ജീവിതത്തിലുണ്ടെങ്കിൽ ഇത് നഷ്ടാവില്ല.
അങ്ങനെ നമുക്ക് ജീവിക്കാൻ സാധിക്കണം. അതാണ് വിശ്വാസം. വബിൽആഖിറതിഹും യൂഖിനൂൻ. ആ റിസാലത്തും തൗഹീദും റിസാലത്തും നേരത്തെ പ്രാസൻ വളരെ വ്യക്തമായിട്ട് തൗഹീദും ശിർക്കൊക്കെ പറഞ്ഞതുകൊണ്ട് ആ വിഷയത്തിലേക്ക് ഞാൻ പ്രവേശിക്കില്ല. അതുകൊണ്ട് ഖുശൂഅോടുകൂടി സ്വർഗത്തിന് വേണ്ടി സഹോദരങ്ങളെ നമ്മളെ വീട്ടിൽ അങ്ങനെ ഒരു കൾച്ചർ ഉണ്ടാകണം. നമ്മളെ കൾച്ചർ ഇതാണ്. നമ്മൾ വീട്ടിൽ ഒരാളെ കുറ്റം പറയാം, അതൊന്നും നമ്മളെ വീട്ടിൽ ഉണ്ടാകാൻ പാടില്ല. ഏഷണി, പരദൂഷണം. എന്താ പരദൂഷണം എന്ന് പറഞ്ഞാൽ? പരദൂഷണം എന്ന് പറഞ്ഞാൽ ഉള്ളത് പറയലാണ്. അയൽവാസിയുടെ കുറ്റം കുറവും പറയാം, അല്ലേ? സ്കൂളിലെ കുട്ടീൻ്റെ കുറ്റം കുറവും പറയാം. കുട്ടീനോട് പ്രോത്സാഹിപ്പിക്കരുത്. അങ്ങനത്തെ കാര്യം കുട്ടി വരാൻ പറയുമ്പം ഉപദേശിക്കണം, മോളെ അത് പരദൂഷണമാണ്, അത് പറയാൻ പാടില്ല. അപ്പോൾ നമ്മളെ വീട്ടിൽ അങ്ങനെ ഒരു കൾച്ചർ ചെറുപ്പത്തിലെ നമ്മൾ മക്കൾക്ക് ഉണ്ടാക്കണം. അവിടെ പരദൂഷണം പറയരുത്, ഏഷണി പറയരുത്, അങ്ങനത്തെ കാര്യങ്ങൾ സഹോദരങ്ങളെ. അതേപോലെ തന്നെ നെഗറ്റീവായ കാര്യങ്ങൾ ഇങ്ങനെ പറയാം, അത് നമ്മൾ എന്ത് ചെയ്യണം? അതിന് തടയിടണം. പോസിറ്റീവായ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന നാളെ സ്വർഗത്ത് പ്രവേശിക്കാൻ നിസ്കാരത്തിൻ്റെ കാര്യം, നോമ്പിൻ്റെ കാര്യം, അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും എന്താണ് തൃപ്തി കിട്ടുന്ന കാര്യങ്ങൾ, അതിനാണ് മത്സരിക്കേണ്ടത്. അതിനൊരു പോസിറ്റീവായി വൈബായിട്ട് കാണാനും പറയാനും പിന്നെ അത് പ്രചരിപ്പിക്കാനും അതിൻ്റെ ഒരാളായിട്ട്, അല്ലേ? നമ്മൾ പരലോകത്തിൻ്റെ ഒരാളായിട്ട് അങ്ങനെ ആയി മാറാൻ, അങ്ങനത്തെ ഒരു പേഴ്സണാലിറ്റി ആയിട്ട് ദീനിൻ്റെ ഒരു ഫ്രീക്വൻസിയിൽ നമുക്ക് ജീവിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീക്ക് നൽകുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങൾ അവസാനിപ്പിക്കണം. നാളെ പരലോകത്ത് നമ്മളെ മക്കളും നമ്മളെ കുടുംബമൊക്കെ വിചാരണക്ക് ഹാജരാകണ സന്ദർഭത്തിൽ ആരെ രക്ഷപ്പെടുള്ളൂ? നിങ്ങൾ കൽബുൻ സലീമുമായിട്ട് നാളെ പരലോകത്ത് എത്തിയവർ മാത്രമേ രക്ഷപ്പെടുള്ളൂ. ആ കൽബുൻ സലീം എന്താണ്? ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി പറയാണ്, എന്താണ് കൽബുൻ സലീം എന്ന്? അതാണ് ഒരു ഹൃദയം, ആ ഹൃദയം ശുബ്ഹാത്തിൽ നിന്നും ശഹവാത്തിൽ നിന്നും രക്ഷപ്പെട്ടാൽ അതാണെന്ത്? ശഹവാത്തിൽ നിന്നും ശുബ്ഹാത്തിൽ നിന്നും രക്ഷപ്പെട്ട ഹൃദയമാണ് കൽബുൻ സലീം. അത് നമ്മളെ മക്കൾക്കും കുടുംബത്തിനും എന്താണ് ഭാര്യമാർക്കും ഉണ്ടാക്കി കൊടുക്കാനാണ് നമ്മുടെ ജീവിതത്തിൽ ശ്രമിക്കേണ്ടത്. ശിർക്കിൽ നിന്ന് രക്ഷപ്പെട്ട ഹൃദയം, അല്ലേ? ബിദ്അത്തിൽ നിന്ന് രക്ഷപ്പെട്ട ആളുകൾ. ശിർക്ക് എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് നമ്മൾ മക്കളെ പഠിപ്പിക്കണം. അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതിനോട് നിരന്തരമായ പോരാട്ടം, അല്ലേ? ബിദ്അത്ത്, അല്ലാഹുവിൻ്റെ റസൂൽ ചെയ്യാത്ത ഒരു കാര്യം, അല്ലാഹുവിൻ്റെ സഹാബത്ത് മനസ്സിലാക്കാത്ത ഒരു കാര്യം, അത് ദീനല്ല. മാ അന അലൈഹി വ അസ്ഹാബിഹിൽ യൗം, ഞാനും എൻ്റെ സഹാബത്തും ഇന്നേതൊരു മാർഗത്തിലാണോ അതാണ് ദീന്. പ്രവാചകന്റെ ജന്മദിനം അത് ഒരു സഹാബിയും ആഘോഷിക്കാത്ത കാര്യമാണ്. ഒരു സഹാബിയും അല്ലാഹുവിൻ്റെ റസൂലിനെ ജീവന് തുല്യം സ്നേഹിച്ച ഒരു സഹാബി പോലും റബീഉൽ അവ്വൽ മാസത്തിൽ ഒരു സ്വലാത്ത് പോലും ചൊല്ലിയിട്ടില്ല, ഒരു കാരക്ക പോലും അധികം കൊടുത്തിട്ടില്ല. അവര് കാണിക്കാത്ത നബിദിനം, അവരാഘോഷിക്കാത്ത ഒരു നബിദിനം എങ്ങനെ ഒരു വിശ്വാസി ആഘോഷിക്കും? മാ അന അലൈഹി വ അസ്ഹാബിഹിൽ യൗം. അതാണ് ദീൻ എന്ന് പറഞ്ഞാൽ. ഇത് സമാവിയാണ്, ഇത് തോന്നിയ പോലെ ചെയ്യാൻ പറ്റില്ല. ആകാശ ലോകത്ത് നിന്ന് അള്ളാഹു ഖുർആനായി സഹീഹായ ഹദീസായിട്ട് അള്ളാഹു എന്തൊക്കെ ഇറക്കിയിട്ടുണ്ടോ അതാണ് വഹ്യ്. അതനുസരിച്ചാണ് ജീവിക്കേണ്ടത്. അതല്ലാത്തതൊന്നും ദീനല്ല. അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ നമുക്ക് എന്തുണ്ട്? നമുക്ക് അതിനാണ് ഈ സംഘടന. ഇവിടെ എന്തിനാ വിശുദ്ധം ചോദിക്കും ആൾക്കാർ? എന്താ നിങ്ങളൊരു സംഘടന? സഹോദരങ്ങൾ, ഇതൊരു കൂട്ടായ്മയാണ്. ഇത് മാത്രമേ സ്വർഗത്ത് പോകുള്ളൂ എന്ന് നമ്മൾ ആരും പറയില്ല. എന്താണ്? അതാണ് അൽ ജമാ എന്ന് പറഞ്ഞാൽ. അൽ ജമാഅത്ത്, അവരാണ് സ്വർഗത്ത് പോവുക. അതിന് ഉള്ളൊരു സൗകര്യമാണിത്. നമുക്ക് കാര്യങ്ങൾ പഠിക്കാനും ഖുർആന്റെ ആയത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് ഓതിക്കൊടുത്തപ്പോൾ അതവർ മനസ്സിലാക്കിയ പോലെ മനസ്സിലാക്കാൻ, അല്ലേ? അതവർ പ്രയോഗവൽക്കരിച്ച പോലെ ഈ സമൂഹത്തിൽ ഇന്ന് ഈ ഒരു മോഡേൺ ഏജിൽ അത് എങ്ങനെ പ്രയോഗവൽക്കരിക്കാം, അത് പ്രയോഗവൽക്കരിക്കുമുണ്ടാവുന്ന പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും പരസ്പരം ഷെയർ ചെയ്ത് അള്ളാഹുവിൽ തവക്കുൽ ചെയ്ത് ക്ഷമിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ളൊരു കൂട്ടായ്മയാണിത്. അല്ലാതെ ഇത് മാത്രം സ്വർഗത്ത് പോകുന്നു, ഇത് നിങ്ങൾ ചേരണമെന്നൊന്നും ഇവിടെ ആർക്കും അതല്ല സഹോദരങ്ങളെ. അതുകൊണ്ട് അള്ളാന്റെ ദീനാണ്, ഇത് ഹക്കാണ്, ഇത് പറയാന്നുള്ളതാണ്, ഇത് പഠിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഈ ഖുർആൻ പഠിക്കാനും ഈ ഖുർആനും ഹദീസുമാകുന്ന അള്ളാഹുവിൻ്റെ പ്രകാശം, അള്ളാഹുവിൻ്റെ വഹ്യ്, അത് പഠിക്കുക, അത് പ്രയോഗവൽക്കരിക്കുക, അത് ഷെയർ ചെയ്യുക. അത് എന്ത് ചെയ്യുക? അത് ഷെയർ ചെയ്യുമ്പോഴും അത് ദഅവത്ത് ചെയ്യുമ്പോഴും അതനുസരിച്ച് ജീവിക്കുമ്പോഴുണ്ടാകുന്ന പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും അള്ളാഹുവിൽ തവക്കുൽ ചെയ്ത് ക്ഷമിച്ചുകൊണ്ട് ഒരു കൂട്ടായ്മയായി മുന്നോട്ട് പോവുക. അതിന് അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീക്ക് നൽകുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم غفر للمؤمنين
والمؤمنات والمسلمين والمسلمات اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما اللهم أحينا على الكتاب والسنة وأمتنا مع الإيمان والتوبة توفنا مسلمين وألحقنا بالصالحين ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب اللهم يا مقلب القلوب ثبت قلوبنا على دينك اللهم يا مسرف القلوب سرف قلوبنا على طاعتك آمين 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 برحمتك يا أرحم الراحمين اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين.